മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കരൂരിൽ നടനും തമിഴ് വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ വിജയുടെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയാണ് CBI. തമിഴ് വെട്രിക്കഴകം നേതാവ് ബുസി ആനന്ദിനെ അടക്കം CBI ചോദ്യം ചെയ്യും. കഴിഞ്ഞ മാസമാണ് കേസ് CBI ഏറ്റെടുത്തിരുന്നത്. ചോദ്യം ചെയ്യലായി 300-ലധികം പേർക്കാണ് CBI നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ CBI സംഘം TVKയുടെ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. വിജയ് അന്ന് ഉപയോഗിച്ച കാരവാൻ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് TVKയുടെ മുതിർന്ന നേതാക്കളെ CBI ക്യാമ്പ് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് ഇത്തരത്തിൽ കരൂരിൽ TVKയുടെ പ്രചാരണ പരിപാടിയിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. 41 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ദുരന്തത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയാണ് CBI. തമിഴ് വെട്രിക്കഴകം നേതാവ് ബുസി ആനന്ദിനെ അടക്കം CBI ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ഇത്തരത്തിൽ CBI കേസ് ഏറ്റെടുത്തത്. ചോദ്യം ചെയ്യലായി 300-ലധികം പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കരൂരിൽ 1000 പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ 2 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തത് സംഘാടക സമിതിയിലുണ്ടായ വീഴ്ചയാണെന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആരോപിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു പിന്നീട് CBI കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 41 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തമായിരുന്നു അന്ന് കരൂരിൽ സംഭവിച്ചിരുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം ഇന്നലെയായിരുന്നു TVKയുടെ മറ്റൊരു പൊതുയോഗം കാഞ്ചീപുരത്ത് നടന്നത്. 2000 പേർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. അതിലടക്കം വിജയ് സ്റ്റാലിനെതിരെ അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ നൽകിയിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ CBI കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ CBI കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തമിഴ് വെട്രിക്കഴകം നേതാവായ ബുസി ആനന്ദിനെ അടക്കം CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിൽ 300-ലധികം പേർക്കാണ് CBI ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ CBI സംഘം TVKയുടെ ഓഫീസിലടക്കം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. അതുപോലെ വിജയുടെ കാരവാനിൽ നടന്നടക്കം CCTV ദൃശ്യങ്ങളടക്കം CBI ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ തുടർച്ചയായാണ് TVKയുടെ മുതിർന്ന നേതാക്കളെ CBI ക്യാമ്പ് ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യുന്നത്.